ഹായ് ഹലോ ഫ്രണ്ട്സ്, കുറേ നാളായി നമ്മൾ പെറ്റ് ഹോമിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെ ലുക്കൊക്കെ മാറ്റി ഞാൻ മുട്ടയൊക്കെ ഒന്ന് അടിച്ച് ഇടയ്ക്കൊന്ന് പനിയൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇടയ്ക്ക് എനിക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചുമ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പം കുറേ നാളത്തേക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വളരെ പ്രാവിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നമ്മളെ പെറ്റ് ഹോമിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ പുതിയ ഒരു അതിഥി വന്നിട്ടുണ്ട്, ഭീമൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമേരിക്കൻ പുള്ളി, XXL പപ്പി. പിന്നെ നമ്മൾ ഷാഡോനെ ഇങ്ങനെ കൊണ്ടുവന്നു. അമ്മ നിൽക്കുന്ന വീട്ടിലായിരുന്നു, അവിടെ നിന്ന് നമ്മൾ ഷാഡോനെയും കൊണ്ടുവന്നു. പിന്നെ കുറച്ച് പ്രാവുകൾ എണ്ണം കൂടി, കൂടുതൽ എണ്ണം ഒട്ടും ഇല്ല, കുറച്ച് പ്രാവുകൾ കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലുള്ള പേർഷ്യൻ ക്യാറ്റ് മീസൂന് ഇപ്പം ചെറുതായിട്ടൊരു അസുഖം അടിച്ച്, ടിക് ഫീവർ അടിച്ച്, അത് വളരെ സിവിയർ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് 5ാമത്തെ ദിവസമായിട്ട് ആൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് ട്രീറ്റ്മെൻറ്റ് കിടക്കുന്നത്. പക്ഷേ അവൻ മരുന്നിനൊന്നും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ചെറിയൊരു സിറ്റുവേഷനിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നീണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡോഗിന് ഇതാ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ വിശേഷത്തിൽ തുടങ്ങി നമ്മൾ പ്രാവുകളെ എല്ലാവരെയും നമ്മൾ കാണിച്ചു തരാം, ഭീമനെയൊക്കെ കാണിച്ചു തരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള റൈസ് ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പതിവായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ചിക്കനും അതുപോലെ ഇന്ന് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നേരെ തിളപ്പിക്കാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് ഇപ്പോൾ ഒട്ടും സമയം കിട്ടുന്നില്ല. ഏകദേശം രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 10, 11 മണി, 12 മണിയൊക്കെ കഴിഞ്ഞൊക്കെയാണ് വീടെത്തുന്നത്. അപ്പം നല്ല തിരക്കാണ് അവിടെ. പക്ഷെ ഒന്നും പറയാനില്ല, കാരണം PMG വെറ്റിനറി ഹോസ്പിറ്റൽ പോലെയല്ല അവിടെ. നമുക്ക് പ്രത്യേകം ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷൻ ലെറ്റർ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാരണത്താൽ നമുക്കുള്ള ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിപ്പം ഷാഡോയ്ക്കൊക്കെ ബ്ലാക്കിക്കൊക്കെ ഉള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഇതാ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട്. അത് നമ്മുടെ ചന്ന മൈക്രോ പെല്ലറ്റ് കുറച്ച് 4 പേര് കിടപ്പുണ്ട്, അവർക്കുള്ളതാണ്. അപ്പോൾ അവർക്കുള്ള ചിക്കനും കൂടെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് നമുക്കിപ്പോൾ അവരെയും കൂടെ ഒന്ന് പോയി കാണാം. ഓക്കെ, വാ. ഇത് അവർക്കുള്ള ചിക്കനാണ് കേട്ടോ. ഞാൻ ഇവരുടെ ഫുഡിൽ നിന്ന് കുറച്ച് മാറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ഇതും കൊണ്ട് നേരെ അവരെയും കൊണ്ടൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഒന്ന് വെയിറ്റ്. അപ്പോൾ അതാ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൊണ്ട് നമുക്കൊന്ന് നമ്മൾ ചന്ന മൈക്രോ പെല്ലറ്റ്സിനെ നമ്മൾ കാണാൻ പോകും. ഒപ്പം തന്നെ നമ്മളൊരു പുലിവാഗ ഉണ്ട് കേട്ടോ. അതിൻ്റെ ശാസ്ത്രീയ നാമം ചന്ന ഡിപ്ലോഗാമയാണ്. ഇത് രണ്ടുപേരും കാണാൻ ചെറിയ സാമ്യം ഉണ്ടെങ്കിലും സൈസിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഈ ചന്ന മൈക്രോ പെല്ലറ്റ് ഏകദേശം ഒരു 20 കിലോയൊക്കെ നാച്ചുറൽ പോണ്ടിലൊക്കെ വളരുമെന്നുണ്ടെങ്കിൽ ഈ ചന്ന ഡിപ്ലോഗാമയുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കാണുന്ന നീലവാഹ, അത് ഏകദേശം ഒരു 5 കിലോ 4 കിലോ തൂക്കമൊക്കെ വരത്തുള്ളൂ. പിന്നെ ഇവരുണ്ടല്ലോ, ഫുഡ് എടുക്കണ ഭയങ്കര സ്പീഡാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവർക്ക് നമ്മളൊരു വരുമ്പോൾ ഓടിക്കളിക്കലും പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്ട, അവരത്യാവശ്യം സൈസായിട്ടുണ്ട്. അവർ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫുഡ് ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ചിക്കൻ നോക്കിയോ, കണ്ട് അതാ, ഇതാണ് പ്രശ്നം. അവർ പടേന്നും പറഞ്ഞ് പോവും. നമ്മളിപ്പോൾ ഇത് ഇനി ഒരു ദിവസം വെള്ളം ചേഞ്ച് ചെയ്യുമ്പം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു ഫീഡ് എടുക്കുന്ന സ്പീഡ്. ഇതിപ്പം വെട്ടം കുറവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, എനിവേ നമുക്ക് ഫുഡും കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ പുലിവാഹ കുട്ടനെ കൂടെ കണ്ടിട്ട് വരാം. ഓക്കെ, ഇവരെ ഉണ്ടല്ലോ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇന്നിപ്പോൾ ചിക്കൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേന് നമ്മൾ ഫീഡൊന്നും ചെയ്യത്തില്ല, അങ്ങനെയാണ് പോണത് കേട്ടോ. അപ്പോൾ അവനുള്ളതാ ഇത്രയും ചിക്കൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരതാ ഈ ഫ്രിഡ്ജ് കേസിലാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവരെ വലിപ്പം വെച്ചിട്ട് ഈ 4 പേരും കൂടി ഇതിനകത്ത് നിൽക്കത്തില്ല. പക്ഷേ ഇവർ കുറച്ച് ദിവസം കൂടി ഇതിനകത്ത് നിൽക്കും. ഏകദേശം ഒരു 6 മാസം കൂടിയൊക്കെ കിടക്കും. അത് കഴിഞ്ഞിട്ട് പയ്യെ ഒന്നുകിൽ ഇതിൽ ആരെങ്കിലും ഒരാളെ മാത്രം നമുക്ക് കീപ്പ് ചെയ്തിട്ട് ബാക്കി 3 പേരെ കൊടുക്കേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്കത്ത് തന്നെ ഒരു 3 ഫ്രിഡ്ജ് കേസും കൂടി വേണം. ഓക്കെ, എന്തായാലും അവരിവിടെ ഫുഡൊക്കെ എടുക്കട്ടെ. അടുത്ത വാട്ടർ ചേഞ്ചിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ പുലിവാഹയാണ്. അപ്പോൾ ഇതിനകത്ത് ആൾ കിടപ്പുണ്ട് കേട്ടോ. നോക്കട്ടെ, ദേ നിൽക്കുന്നു, ഫുഡ് പ്രതീക്ഷ നിൽക്കുന്നതാണ് ആൾ. കുറച്ച് ദിവസം നമ്മൾ ഈ പറഞ്ഞ ഒരു 3 ദിവസത്തിൽ ഒരിക്കലൊക്കെയാണ് ഇവന് ഫീഡ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഇത് പോണ്ടിൽ, നാച്ചുറൽ പോണ്ടിൽ കിടക്കുമ്പോഴത്തേക്ക് അത്രയും ഇവർക്ക് സ്വിം ചെയ്ത് എനർജി റിലീസ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്ന ചിക്കനൊക്കെ വെച്ചിട്ട് ഇവർക്ക് അത്രയും ഫുഡിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഈ ഫിഷ് ഹോബി ചെയ്യുന്ന പല ആൾക്കാരുടെ വീഡിയോസിലും ഞാൻ കണ്ടത് അങ്ങനെയാണ്. അവർ പറയുന്നതും 2 ദിവസത്തിലോ 3 ദിവസത്തിലോ ഒരിക്കൽ നമ്മൾ ഇതേ കണക്ക് ചിക്കനൊക്കെ ഫീഡ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ,
അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യും, ഇത് ഞാൻ ഒന്ന് അടച്ചു വെച്ചോട്ടെ, ഇല്ലെങ്കിൽ ഇവൻ ചാടി പുറത്ത് കടുക്കളയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷിൻ്റെ വിശേഷം. പിന്നെ അതായത് ആ കാണുന്ന ടാങ്കില്ലേ, അതിനകത്ത് നമുക്ക് ഗൗരാമീസ് ഉണ്ട് കേട്ടോ, ജെയിൻ ഗൗരാമി. അതിനകത്ത് ആൽബിനോ വൈറ്റ് ജെയിൻ ഗൗരാമി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് ടെയിൽ ജെയിൻ ഗൗരാമി അത് അധികം ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും അക്വേറിയങ്ങളിലൊക്കെ ഭയങ്കര കുറവാണ്. ഇവരെയും കാണാൻ പറ്റത്തില്ല, വെള്ളമൊക്കെ കലങ്ങിയാണ് കിടക്കുന്നത്. ഈ ഫിഷസിനെ എല്ലാത്തിനെയും കാണിച്ചുകൊണ്ട് ഞാൻ അടിപൊളി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. കാരണം അവിടെ നമ്മളെ പ്രാവിന് കൊടുക്കാനുള്ള തീറ്റ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. മിക്സഡ് ഫീഡാണ് നമ്മളിപ്പോൾ കൊടുത്തു വരുന്നത്. എല്ലാവർക്കും പ്രാവിനെ എൻ്റെ വിശേഷങ്ങൾ അറിയാനായിരിക്കും. ഇതാ ഇത് ഇത്ര ഉണ്ട് കേട്ടോ, ഇത് ഏകദേശം ഒരു ബൗൾ നിറയുണ്ട്. കാരണം പ്രാവ് എണ്ണം കൂടിയോണ്ട് ഞാൻ തീറ്റയും മാറ്റി, തീറ്റയുടെ ക്വാണ്ടിറ്റിയൊക്കെ മാറ്റി. അതാ ഇത്രയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതാ ഇത്രയും സാധനം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി ഇതിലൊക്കെ ഊറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കത്തില്ല. അപ്പോൾ ഞാൻ ഇത് കഴുകി വൃത്തിയാക്കും വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും മിക്സ് ഫുഡാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ പറവപ്രാവൊക്കെ കൊടുക്കുന്ന ഹൈ ഫ്ലയേഴ്സിന്. ഇതിപ്പം പറക്കുന്ന പ്രാവുകൾക്കും കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പറവ ഒരുവിധം കുറച്ച് നിർത്തിയൊക്കെയാണ്. ഓൾമോസ്റ്റ് പ്രാവുകളൊക്കെ പറവയിലൊക്കെ കയറിയതിന് ശേഷം ഇവരൊക്കെ വെട്ടി ബ്രീഡിംഗ് സെക്ഷനായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് ഓൾമോസ്റ്റ് 8 to 9 മിക്സഡ് സീഡ്സുകളുണ്ട് കേട്ടോ. ഇതിനകത്ത് സൺഫ്ലവർ ഉണ്ട്, കപ്പലണ്ടി, അതുപോലെ തന്നെ നിങ്ങൾ കാണാം കമ്പനുണ്ട്, വെള്ളച്ചോളമുണ്ട്, ചുമന്ന ചോളം, പിന്നെ മറ്റേ സഫോളയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഇവർക്ക് നല്ല സൈസ് കയറാനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 2 നേരം ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത ബ്രീഡിംഗ് സെക്ഷൻ ഓഗസ്റ്റോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പാരൻസ് ബേർഡ്സിനെല്ലാം നമ്മളിപ്പോൾ ഇതാണ് കൊടുത്തു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പ്രാവുകളെ കാണാം. ഓക്കെ, ഈ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ രാവിലെ ഒന്ന് ജസ്റ്റ് ഇവിടെ തുറന്ന് വിട്ട പ്രാവുകളാണ് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രാവിൻ്റെ എണ്ണം കൂടിയോണ്ടേ ഇവരൊന്നും അടച്ചിടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവർ നമ്മളിവിടെ വിരിഞ്ഞ് റെഡിയായി വന്നുകൊണ്ട് തന്നെ ഇവരൊരിടത്തോട്ടും പോകത്തില്ല. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ബേർഡ്സ് ആണ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇത് വന്നിട്ട് ടെഡീസ്, അതുപോലെ ഇത് വന്നിട്ട് നല്ല കിടിലൻ ക്വാളിറ്റി റാംപൂരിയാണ് കേട്ടോ. ഈ ബേർഡ് ദൈവൻ. ഓക്കെ, ഇതൊരു മെയിൽ ബേർഡാണ്. ഇപ്പോൾ ആളൊക്കെ നല്ലോണം പറന്ന് ഏകദേശം ഒരു 9+ ഒക്കെ പറന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബേർഡ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കൂട് സെറ്റപ്പ് ഉണ്ട്. ഇത് പതിയെ ഷെഡ് ആക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പല വീഡിയോസിലും പറഞ്ഞു. പക്ഷെ അതിനുള്ള സാഹചര്യം ഇതുവരെ നമുക്ക് ഉണ്ടായില്ല. നമ്മുടെ പണിക്കാരൻ ചേട്ടൻ വരുമ്പോഴത്തേക്കും ഞാൻ ബിസി ആവുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് പോകണം. എനിവേ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ബ്രീഡിംഗ് പെയറുകൾ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഓൺ ബ്രീഡിംഗ് ബേർഡ്സ് ആണ്. ഇതെല്ലാം ടെഡി ഹൈ ഫ്ലയേഴ്സ് ആണ്. പിന്നെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നൊരു പ്രാവിനെ കാണിച്ചു തരാം. അവരിപ്പോൾ എഗ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ബ്രീഡിംഗ് ടൈം അല്ല നമ്മുടെ, പക്ഷേ അവർ എഗ് ചെയ്തുകൊണ്ട് നമുക്ക് റയർലി കിട്ടിയൊരു ബ്രീഡാണ്. ഇതിൻ്റെ പേര് ഡബ്ബാവാല കമങ്കർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലയർ വെറൈറ്റി തന്നെയാണ്, റാംപൂരീസ് ഒക്കെ പോലെ, പക്ഷെ കിട്ടാൻ വളരെ റയറാണ്. അപ്പം ഇവർ എഗ് ചെയ്തുകൊണ്ട് ഇവരുടെ എഗ് മിസ്സാവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഇവരെ ഒരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ബ്രീഡിംഗ് കേജ് അല്ല, ഇതൊരു സിംഗിൾ ബേർഡിനെ ഇടുന്ന കൂടാണ്. അപ്പം ഇവരുടെ ഒരു എഗ്ഗ് മിസ്സാക്കണ്ടെന്ന് കരുതി ഇന്നലെ എഗ് ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തായാലും എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആള് അടയിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് മെയിലാണ് കേട്ടോ. ഈ കാണുന്നത് ഫീമെയിലാണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിട്ട് ചോരക്കണ്ണിലാണ് കേട്ടോ ഉള്ളത്. വെള്ളി സിൽവർ ഐ അല്ല. കണ്ണ് കണ്ട നല്ല ക്വാളിറ്റിയിൽ നല്ല ഹൈ ഫ്ലയർ ഒരു റയർ ബ്രീഡാണ് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ സാരംഗൂരിയുടെ ഒരു വെറൈറ്റി ഒരു പെയറുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ സാരംഗൂരി കുറച്ചധികം കളക്ഷൻസ് ഉണ്ട്. ഇതൊരു ബ്രീഡിംഗ് പെയറാണ്. ഓക്കെ, അങ്ങനെ കുറച്ചധികം ബേർഡ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇവർക്ക് ഫീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രാവുകൾക്കുള്ള തീറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവർക്കിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ മിക്സഡ് സീഡ്സ് ആണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. കാരണം ഇപ്പം നമുക്ക് പറപ്പിക്കാനുള്ള പ്രാവുകൾ കുറവാണ്. എല്ലാം ബ്രീഡിംഗ് സെക്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമുക്ക് ഇത്രയും അളവിലാണ് തീറ്റ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഒരു തീറ്റപാത്രവും കൂടെയൊക്കെ എടുക്കേണ്ടതുണ്ട്. കാരണം ഇത് കഴിച്ചതിന് ശേഷം പിന്നെ അടുത്തത് റീഫില്ല് ചെയ്ത് വേണം കൊടുക്കാൻ. അപ്പം എണ്ണം പ്രാവ് കൂടിയതുകൊണ്ട് നമുക്ക് ആദ്യം എന്തായാലും നമ്മളെ ചിറക് വെട്ടിയ പ്രാവുകൾ കുറച്ചുണ്ട് കേട്ടോ, അവർക്ക് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ സാരംഗ്പൂരി ഹൈ ഫ്ലയേഴ്സ് ആണ് കേട്ടോ ഈ ഇറങ്ങി വരുന്നത്. ഇതെല്ലാം മെയിൽ ഫീമെയിൽ കളക്ഷൻസ് ഒന്നും തിരിച്ചിട്ടൊന്നുമില്ല. ഇതെല്ലാം വന്നിട്ട് മിക്സഡ് ആയിട്ട് കിടക്കണം. എല്ലാം ഒരു അഡൾട്ടും സെമി അഡൾട്ടൊക്കെയാണ്. ഈ പറന്നിറങ്ങിയൊക്കെ നമ്മളെ ഓൺ ബ്രീഡിങ് ബേർഡ്സ് ആണ് കേട്ടോ മുകളിൽ നിന്ന്.
അപ്പോൾ അവരെ രാവിലെ നമ്മൾ തുറന്ന് വിട്ടേക്കായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ബേർഡ്സ് എല്ലാം നോർമലി നമ്മുടെ റാംപൂരീസ്, അതുപോലെ തന്നെ സാരംഗ്പൂരി, ഇവരെല്ലാം വന്നിട്ട് ഹൈ ഫ്ലയേഴ്സ് ആണ്. ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ പാകിസ്ഥാനി ബേർഡ് ഉണ്ടോ എന്നും പറഞ്ഞിട്ട് നമുക്ക് കുറേ കോൾ വന്നായിരുന്നു. ആക്ച്വലി ഈ പാകിസ്ഥാനിൽ നിന്ന് പറയണ ഒരു ബ്രീഡില്ല. പാകിസ്ഥാനിൽ ആ രാജ്യത്ത് ഇപ്പോൾ പല ഹൈ ഫ്ലയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം മദ്രാസി പ്രാവുകളും അല്ലെങ്കിൽ ഇപ്പം പാലക്കാടും ഒക്കെ ഉള്ള പറവപ്രാവ് പോലെ തന്നെ നമ്മുടെ പാകിസ്ഥാനിലുള്ള കുറേ വെറൈറ്റി ഹൈ ഫ്ലയേഴ്സ് ഉണ്ട്. 35 വാലയുണ്ട്, ടെഡീസ് ഉണ്ട്, അവിടെയും റാംപൂരി ഉണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ ഒറിജിൻ ചെയ്ത ബേർഡാണ് ഈ ടെഡി ഹൈ ഫ്ലയേഴ്സ്. അപ്പോൾ അതാണ് പാകിസ്ഥാനി ബേർഡ്. അപ്പം അതിൻ്റെ ആ ബ്രീഡിനെ നമ്മൾ ഇപ്പം പാകിസ്ഥാനി എന്നല്ല പറയണത്, ടെഡി ഹൈ ഫ്ലയർ എന്നാണ്, പാകിസ്ഥാനി ടെഡി എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ഈ റാംപൂരി, സാരംഗ്പൂരി ഇവരെല്ലാവരും വന്നിട്ട് എല്ലാം ഇന്ത്യൻ ഹൈ ഫ്ലയേഴ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വാട്ടറിൽ ഇപ്പം നമ്മൾ ഒരുപാട് മൾട്ടി വിറ്റമിൻസ് ഒന്നും ആഡ് ചെയ്യാറില്ല. നമ്മളിവിടെ വെർബാക്കിൻ്റെ തന്നെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് ഗ്രോവി പ്ലസും അതുപോലെ വന്നിട്ട് വിമറോളും. ഓക്കെ, ഈ വിമറോള് പ്രാവുകളെ തന്നെ എല്ലാവർക്കും അറിയാം, വൺ ഓഫ് ദ ബെസ്റ്റ് മൾട്ടി വിറ്റമിൻ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരടപ്പ് ഒരു 5 ml എന്നുള്ള ക്വാണ്ടിറ്റിയിൽ ബേർഡ്സിന് കുടിക്കാനുള്ള വെള്ളത്തിൽ വെച്ച് കൊടുക്കും കേട്ടോ. ഗ്രോവി പ്ലസ് മൾട്ടി വിറ്റമിനെക്കാട്ടിലുപരി ബേർഡ്സിനെ ബ്രീഡിങ്ങിന് തയ്യാറാക്കുമ്പോഴും ഒപ്പം തന്നെ വളർന്ന് വരുന്ന പ്രാവുകൾക്കും ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഭയങ്കര ചീപ്പർ റേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഇതിൻ്റെ സൈസ് വന്നിട്ട് 500 ml 500 ml ഒരു 100-നകത്തേ വിലയുള്ളൂ. ഇതിപ്പം നമുക്ക് ഏകദേശം ഒരു 3 മാസമൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ വിമറാൾ അങ്ങനെ അല്ലല്ലോ. വിമറാളിന് 120 ml ആണ്. ഇത് 120 ml 205 രൂപയുണ്ട്. അതിൻ്റെ അത്രയും ക്വാളിറ്റിയും അതിന് രണ്ടിനും ഉണ്ട്. ഓക്കെ, രണ്ടും മൾട്ടി വിറ്റമിൻസ് ആണെങ്കിൽ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അത്രയും സാരംഗ്പൂരീസ് ആണ് കേട്ടോ. സാരംഗ്പൂരിൽ തന്നെ നിങ്ങൾക്ക് ഇതാ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് പല കളേഴ്സിൽ പ്രാവുണ്ട് കേട്ടോ. ചെറിയ ഒരു ഡിസ്റ്റർബൻസ് വരും നമ്മൾ, കാരണം ഒരു റോ വീഡിയോ എടുത്തങ്ങ് പോകണതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബെല്ലയും ബ്ലാക്കിയുടെ ഒക്കെ കുറേയൊക്കെ ഒച്ചപ്പാടൊക്കെ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ബഹളം കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതേ അവിടെയാണ് നമ്മുടെ ബ്ലാക്കും ബെല്ലയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ നിൽക്കുന്നുണ്ടോ ഒരു ബേർഡ്, ഇത് നമ്മൾ തന്നെ ബേർഡാണ് കേട്ടോ. ഇതേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളുണ്ട്, സൺഷെയ്ഡിൽ രണ്ടുപേരും നിൽക്കുന്നത്. അവർ രണ്ടുപേരും പെയറാണ്. ഇതേ ഒരു ആള് കണ്ട നല്ല മസ്തായി നിൽക്കണതാണ്. ഇപ്പൊ ജോഡി ഇടാനായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല, കാരണം നമുക്ക് ഈ ഒരു 2 കൂട് മാത്രമേ ഉള്ളൂ. ഇവരെല്ലാവരും വന്നിട്ട് നമ്മളെ വേറൊരു ലോഫ്റ്റിലായിരുന്നു, അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. ഇതെല്ലാം നമ്മളെ ഓൺ ബ്രീഡിങ് ബേർഡ്സ് ആണ് കേട്ടോ. എല്ലാം കുഞ്ഞുങ്ങളാ. 2-3 പേരൊക്കെ ഒരു സെമി ഡെൽറ്റിലോട്ടുമായി, പക്ഷെ എന്നാലും ജോഡി ഇടാനായിട്ടുള്ളൊരു ടൈം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നതാ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലിപ്പം ജാക്സീന എന്നൊക്കെ പറയൂലേ, ജാക്സീനെന്നോ അല്ലെങ്കിൽ ജാക്കിപ്പുള്ളി എന്നൊക്കെ പറയണ പോലെ ഇത് വന്നിട്ട് നോർത്ത് ബേർഡ്സിൽ വരുമ്പോഴത്തേക്കും ഈ കറുപ്പിനെ പറയണത് കലഞ്ച് എന്നാണ് കേട്ടോ. അപ്പം ഈ കറുപ്പ് വെള്ള വരുന്ന റാംപൂരി ഉണ്ട്, സാരംഗ്പൂരി ഉണ്ട്, ടെഡീസും ഉണ്ട്. അപ്പോൾ ടെഡി കലഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ റാംപൂരി കലഞ്ച്. ഇത് സാരംഗ്പൂരി കലഞ്ചാണ്, ഇത് കൽസറയാണ് കേട്ടോ. നമ്മുടെ നോർമലി ഈ റാംപൂരിക്കൊക്കെ കഴുത്തിപ്പച്ച വരും, പാകിസ്ഥാനി ബേർഡ്സിനൊക്കെ കഴുത്തിപ്പച്ച വരും എന്ന് കരുതിയിട്ട് ഇതെല്ലാത്തിനെയും അങ്ങ് പാകിസ്ഥാനി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സാരംഗ്പൂരിയിലെ കലഞ്ച് എന്ന് പറയണ കൽസറയാണ്. കൽസറ എന്ന് പറയുമ്പോൾ ഈ കഴുത്തിൽ പച്ചയും ബാക്കി വെള്ള വരുന്ന ആ ഗ്രേ കളർ ടെയിൽ വരുന്ന ബേർഡ്സ് എല്ലാം വന്നിട്ട് കൽസറയാണ്. അതൊരു ബേസ് ആണ്. എന്ന് വെച്ചാൽ റാംപൂരിയിലും കൽസറ ഉണ്ട്, സാരംഗ്പൂരി കൾച്ചർ ഉണ്ട്. അതിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ മിക്സ് ചെയ്ത് കളർ പാറ്റേണുകളെ മാറ്റി കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ കൽദൂമയുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം 5-6ഓളം വെറൈറ്റി സാരംഗ്പൂരിയിൽ മാത്രമുണ്ട്. ഇതാ ഇത് ടെഡിയാണ് കേട്ടോ. ഇതാ ഈ പറന്നിറങ്ങിയ ടെഡിയാണ്. ഓക്കെ, ഇതാ നമ്മുടെ കാലിൽ റിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ബേർഡിൻ്റെ. അപ്പോൾ ഇവർ നമ്മളെ ഇവിടെ തന്നെ വിരിഞ്ഞാണ്. ഓക്കെ, അതിനെ കാണാനും കണ്ട ഈ കൂട്ടത്തിൽ നിൽക്കുമ്പം കാണാൻ ഒരുപോലെ ഇരിക്കും. ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഇത് കണ്ട, ഇത് വന്നിട്ട് നല്ലൊരു ക്വാളിറ്റി, അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു റാംപൂരി ഹൈ ഫ്ലയർ ആണ് കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ബ്രീഡിൻ്റെ സ്പെഷ്യാലിറ്റി, ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മളെ ഫീഡിങ്ങും കൊണ്ടാണ് ബേർഡ് ഇത്രയും ക്വാളിറ്റിയിൽ നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഇത് റാംപൂരിയാണെന്ന് ആരും പറയത്തില്ല, അത്രയും ക്വാളിറ്റി ഉള്ള ബേർഡാണ് കേട്ടോ. കുടിക്കാനുള്ള വെള്ളത്തിൽ അവൻ ചാടി ഇറങ്ങി പോടാ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പതിയെ ബാക്കിയുള്ള ടീംസിനെയൊക്കെ തുറന്നു വിടാം. ഈ കാണുന്ന ബേർഡില്ലേ, ഇത് രണ്ടുപേരും ഒരു പെയറാണ്. ഇതും സാരംഗ്പൂരിയാണ് കേട്ടോ. ഈ കളർ കണ്ട, ഈ കളറും സാരംഗ്പൂരിയാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ഒരു റാംപൂരിയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
മാർത്താണ്ടത്ത് നമുക്കൊരു ടീം വന്ന് പ്രാവ് എടുത്തായിരുന്നു. അപ്പോൾ അവർക്കുള്ളതാണ് ഈ മെയിൽ. അപ്പം ഇവൻ ഇവിടെ കിടന്നതാ ഇവിടെ അങ്ങ് സെറ്റാക്കി കൂടില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് ജോഡി സെറ്റാക്കിയിട്ട് ഓക്കെ. അല്ലാണ്ട് ഇവരെ പെർമനൻ്റ് ആയിട്ട് ജോഡിയൊന്നും ഇട്ടേക്കുന്നല്ല കേട്ടോ. പിന്നെ ഉള്ളതാ നമ്മുടെ ടെഡിയാണ്. ടെഡി ഫീമെയിലിനെ കാണിച്ചു തരാം. ഇതൊരു ടെഡി ഫീമെയിലാണ്. പിന്നെ ഇതും ടെഡിയാണ്. അതുപോലെ തന്നെ ഇതും ടെഡിയാണ് കേട്ടോ. ഇത് രണ്ടും ടെഡിയാണെങ്കിൽ ഇത് രണ്ട് വർഗം പ്രാവുകളാണ്. ഓക്കെ, ഇതെന്തോ കാണ്ടാവാലയോ കാണ്ടാഹാർ ടെഡിയോ അങ്ങനെ എന്തോ ആണ്. ഇത് നമ്മുടെ ഒരു സ്നേഹിതൻ്റെ ഞാൻ മേടിച്ചൊരു ഫീമെയിലാണ് കേട്ടോ. ഇത് ഒരു റോയൽ ടെഡി ടച്ചൊക്കെ ഉള്ളൊരു ബേർഡാണ്. ഓക്കെ, പിന്നെ ഇനിയും നമുക്ക് 2 ബേർഡ് വരും. ഓക്കെ, നല്ലൊരു അടിപൊളി ഒരു പെയർ വരാനുണ്ട്. ഇതും ടെഡിയുടെ ഒരു മെയിലാണ് കേട്ടോ. ഇവൻ്റെ ചിക്സാണ് ഈ കിടക്കുന്ന 2 പേര്. ഇവരെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ് ഇവരുടെ പറവയൊക്കെ കാണാൻ, നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ കയറിയിട്ട് ഇവരങ്ങനെ നിൽക്കും. ഒരു മണിക്കൂറോളം, ഒരു 4-5 മണിക്കൂറൊക്കെ ഒരേ പാറ്റേണിൽ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. വെയിൽ ഒന്നും ഒരു വിഷയമേ അല്ല ഈ ടെഡീസിന്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ ലോഫ്റ്റിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർ ഒരു പിടി അങ്ങ് പിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയാണല്ലോ നമ്മൾ പ്രാവിൻ്റെ കൂട് വെച്ച് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പോയിന്റ് നോക്കിയാൽ മതി, പ്രാവ് അവിടെ തന്നെ കാണും. പക്ഷെ കാണാൻ പറ്റൂല, അമ്മാതിരി ലെവലിലാണ് പ്രാവിൻ്റെ പറവ. ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഈ റാംപൂരീസും. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മളിൽ ഒരു റാംപൂരി വിത്ത് ഫിറോസ്പൂരി മിക്സ് ഉണ്ട് കേട്ടോ. ഈ മിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം ഹൈ ഫ്ലയർ നോർത്ത് ബേർഡ്സ് ആണ്. അവരെ തമ്മിൽ ക്രോസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കാണാനായിട്ട് റാംപൂരിനെയൊക്കെ പോലെ തന്നെ, പക്ഷേ ഈ പുറത്ത് വരുന്ന ഡോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് ഫിറോസ്പൂരിയുടെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ഇവരൊക്കെ വെള്ളിക്കണ്ണല്ല കേട്ടോ, ഒരു കലങ്ക കണ്ണിൽ വരുന്ന ഒരു ബേർഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ക്വാളിറ്റി. ഇതും പുതിയതായിട്ട് കൊണ്ടുവന്ന ബേർഡാണ് കേട്ടോ. ഞാൻ നമ്മുടെ ബേർഡ്സ് ലോഫ്റ്റിനകത്ത് കുറച്ച് ഹൈ ഫ്ലയർ വെറൈറ്റീസ് വേണമെന്നുള്ളതുകൊണ്ട് ഇത്, അതുപോലെ തന്നെ ഈ മുട്ട ഇട്ടിരിക്കുന്നില്ലേ നമ്മുടെ ഈ ഡബ്ബ വേല കമങ്കർ, ഈ നിൽക്കുന്ന ബേർഡ്, ഇതിനെയും പുതിയതായിട്ട് കൊണ്ടുവന്ന ബേർഡാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ 2-3 പേര് ചാടിയിട്ടുണ്ട്. വൈറ്റമിൻ മിക്സ് ചെയ്തിട്ടുള്ള കുളിയായിരുന്നു സംഭവം. ഇവനെ നമ്മൾ രാവിലെ തുറന്നു വിട്ടിട്ട് ഇവൻ നല്ല വെയിലൊക്കെ കൊണ്ട് നല്ല ടെമ്പറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത് ചാടിയാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരെയും കൂടെ തുറന്നു വിടാം കേട്ടോ. ഇവരെല്ലാവരെയും കൂടെ തുറന്നു വിടുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെറിയൊരു തീറ്റപാത്രം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് അവരൊരു ബഹളമാണ്. എന്നാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ ഒരു റാംപൂരിയാണ് കേട്ടോ. ഓൾഡ് ലൈൻ റാംപൂരിയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത്. ഇതും ഇതിൻ്റെ ഫീമെയിൽ വന്നിട്ട് നമ്മുടെ ഒരു സ്നേഹിതന് കുഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തേക്കാണ്. അപ്പം അതിൻ്റെ ഫീമെയിൽ ഇല്ല, അവരുടെ കുഞ്ഞാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇവനിപ്പോൾ ഒരു സെമി അഡൽട്ട് പരുവായി. ആൾ കണ്ടത് ഇതാണ് അവൻ്റെ സ്വഭാവം. നമുക്ക് തൊടാൻ പറ്റത്തില്ല, പക്ഷെ ആൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അത് ചില പ്രാവുകൾ നമ്മൾ വളർത്തുന്ന ഒരു രീതിയാണ്. ഇവരെയൊക്കെ ചിലപ്പോൾ ഹാൻഡ് ഫീഡൊക്കെ ചെയ്തെടുത്തോണ്ട് കുഞ്ഞിലെന്ന് ഇവർക്ക് നമ്മളെ കൈ കാണുമ്പോഴത്തേക്കും തീറ്റയും അല്ലെങ്കിൽ നമ്മളെ ഒരു ഭയമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം. വേണ്ട, എന്നിട്ട് ഇവൻ ഇങ്ങനെ നമ്മളിങ്ങനെ കൊത്തും. ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി പോയിട്ട് 2 കൊത്തും. ഓക്കെ, അപ്പോൾ ഇവൻ കിടന്ന് ബഹളം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ മെയിൽ ബേർഡ്സ് ആണ് കേട്ടോ. നമ്മളിതിപ്പം മെയിൽ കുറച്ച് കൂടുതലുണ്ട്, എന്നാൽ ഫീമെയിലുകൾക്ക് പറ്റിയ മെയിൽസ് ഇല്ലതാണ്. പോടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രാവ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് നമുക്ക് AR Pigeon Loft എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്രാവിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത്. പിന്നെ അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് ഇപ്പം വീഡിയോ കണ്ടിട്ട് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാറ്റിൻ്റെ ആ ഒരു വയ്യായിക ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പല ആൾക്കാരും വിളിക്കുന്നതിലും ആ സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. അപ്പോൾ പ്രാവുകൾ കുറച്ച് കൊടുക്കാനുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അത് സമയമുള്ള പോലെ ഞാൻ പ്രോപ്പറായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് മെയിൽ ഫീമെയിൽ ഒന്നും തരംതിരിച്ചിട്ടില്ല. കുറച്ച് ബേർഡ്സ് മാത്രം, നമ്മൾ ഓൺ ബ്രീഡിങ് ബേർഡ്സ് മാത്രമാണ്, അഡൽട്ട് ബേർഡ്സിനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് ഏതൊക്കെ മെയിൽ ഏതൊക്കെ ഫീമെയിൽ എന്നുള്ളതൊക്കെ ഞാൻ പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം തന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ വിശേഷം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ ഈ പ്രാവുംകൂടിൻ്റെ മുകളിലെ ഒരു 3-4 വർഷം പ്രായമുള്ള ഒരു നമ്മുടെ എന്താണ് റംബൂട്ടാൻ മരം ഉണ്ടായിരുന്നു. നല്ല കായ്ഫലം ഉള്ളതാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഇപ്പോൾ ഇത് കായ്ച്ചു തുടങ്ങിയപ്പോൾ നല്ല സൈസിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാച്ച് വിളഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ മഴ പെയ്തിട്ടൊക്കെ പോയി. അമ്മാതിരി മഴയായിരുന്നല്ലോ ഒരു 2-3 ആഴ്ച മുമ്പൊക്കെ. ഓക്കെ,
ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണം. ഇവരുടെ വെള്ളം ചേഞ്ച് കൊടുക്കുക. ഇവരെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊള്ളാത്ത രീതിയായി. ഓക്കെ, വെയിറ്റ്. നല്ല വൈറ്റമിനൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്താണ്. നിങ്ങൾക്ക് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യം കുറച്ച് പേര് ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സെക്ഷൻ തീറ്റ വെക്കാൻ സമയമായി. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ വെള്ളം മാറ്റി ഞാൻ എന്താ തീറ്റ അങ്ങ് അതിനകത്താക്കി. രണ്ടാമത്തെ സെക്ഷൻ തീറ്റ കൊടുത്തിട്ട്. അപ്പോൾ ഇവർ ഈ തീറ്റയ്ക്ക് കിടന്ന് തള്ളു കൂടത്തില്ല. ഓക്കെ, കാരണം തീറ്റ തട്ട് ചെറുതും പ്രാവിൻ്റെ എണ്ണം കൂടിപ്പോയി. അപ്പോൾ ഇവരിങ്ങനെ തിന്നിട്ട് എല്ലാവരും ഒന്ന് വിശ്രമിക്കുമ്പോൾ വെള്ളം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇവർ ചന്നം ഭിന്നം വെള്ളത്തിൽ ഇറങ്ങി നീന്തി അലിമ്പാക്കും. കുറേ പേർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇനി എടുത്ത് നല്ല വേനൽ ഉച്ചവാക്കിന് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഭീമൻ പുറത്ത് അകത്ത് കിടന്ന് വിളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുര തുടങ്ങിയിട്ടുണ്ട്. അവനെ കാണിച്ചു തരാം. ഒപ്പം തന്നെ നമ്മുടെ ഷാഡോനെയൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർ കിടന്ന് ഫുഡ് കഴിക്കട്ടെ. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രാവ് വിശേഷം. ഇനി അടുത്ത് നമുക്ക് നേരെ ഭീമനെ കാണാം. ഓക്കെ.